പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ RRBയുടെ NTPC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. RRB NTPC CN നമ്പർ 5/2024. ഇപ്പോൾ റെയിൽവേയിലേക്കുള്ള പെർമനൻറ്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. പോസ്റ്റുകൾ വരുന്നത് സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഈ നോട്ടിഫിക്കേഷന് നമുക്ക് കാര്യങ്ങൾ നോക്കാം. അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയി നോക്കാം. ഇതിൻ്റെ പബ്ലിക്കേഷൻ RRB വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത് 13 സെപ്റ്റംബർ 2024 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായത് 14 സെപ്റ്റംബർ മുതൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ക്ലോസിംഗ് വരുന്നത് 13 ഒക്ടോബർ 2024 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫീസ് പേയ്മെൻറ്റ് ചെയ്യാൻ അവരൊരു ദിവസം കൂടി ടൈം തരുന്നുണ്ട്. 15 ഒക്ടോബർ വരെ നിങ്ങൾക്ക് അതിനുള്ളിൽ തന്നെ ഫീസ് അടയ്ക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ, ഇത് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും കറക്ഷൻ ചെയ്യണമെങ്കിൽ 16 ഒക്ടോബർ മുതൽ 25 ഒക്ടോബർ വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. അപ്പോൾ പോസ്റ്റുകൾ വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ടിക്കറ്റ് ക്ലർക്ക്, അതുപോലെ ഗുഡ്സ് ട്രെയിൻ മാനേജർ, സ്റ്റേഷൻ മാസ്റ്റർ തുടങ്ങിയ പോസ്റ്റുകളൊക്കെയാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. വേക്കൻസീസ് വന്നിരിക്കുന്നത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിൻ്റെ 1736 വേക്കൻസീസാണ് എല്ലാ RRBയും കൂടി വന്നിട്ടുള്ളത്. സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ 994 വേക്കൻസീസ്, ഗുഡ്സ് ട്രെയിൻ മാനേജറിൻ്റെ 3144, ജൂനിയർ അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് 1507 വേക്കൻസി, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 732 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 8113 വേക്കൻസിയാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഇത് വേക്കൻസി കൂടാനും സാധ്യതയുള്ളതാണ്. പിന്നെ ഇതിന് വേണ്ട പോസ്റ്റ് പറയുന്നത്, ഇപ്പോൾ ഇതെല്ലാം ഗ്രാജുവേഷനാണ്. ഇതിന് വേണ്ട ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുക. OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ വയസ്സളവും, SC/ST ആണെങ്കിൽ 5 വർഷത്തെ വയസ്സളവും ലഭിക്കുന്നതായിരിക്കും. ബാക്കിയുള്ളവർക്ക് 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അത് ജനുവരി 1, 2025 വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ പറയുന്നത് ലെവൽ സെൻട്രൽ ഗവൺമെൻറ് പേ സ്കെയിൽ ആയതുകൊണ്ട് ലെവൽ 6 അത് വരുന്നത്. ബേസിക് പേ വരുന്നത് 35,400. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഇപ്പോൾ DA 50% ആയിരിക്കും. പിന്നെ HRA ഏകദേശം എല്ലാം കൂടി 60,000 മുകളിൽ സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്നതായിരിക്കും. സ്റ്റേഷൻ മാസ്റ്ററിനും ഇതിൻ്റെ സെയിം സാലറി സ്കെയിലാണ്. ഇതിനൊരു മെഡിക്കൽ സ്റ്റാൻഡേർഡും പറയുന്നുണ്ട്. B2 ലെവലാണ് വേണ്ടത്. സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 ആണ് വേണ്ടത്. ഗുഡ്സ് ട്രെയിൻ മാനേജർ കുറച്ച് സാലറി കുറവാണ്, ലെവൽ 5 വരുന്നതാണ്. ബേസിക് പേ 29,200. എന്തായാലും ടോട്ടൽ സാലറി 50,000 സാലറി കിട്ടുന്നതായിരിക്കും. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റിനും ഇതേ സെയിം സാലറി ആയിരിക്കും. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനും ഇതേ സെയിം സാലറി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഗ്രാജുവേഷൻ നിങ്ങൾ 13 ഒക്ടോബർ 2024 മുൻപ് നിങ്ങളുടെ ഗ്രാജുവേഷൻ്റെ റിസൾട്ടൊക്കെ വന്നിരിക്കണം. ഫൈനൽ റിസൾട്ട് വെയിറ്റിംഗ് ചെയ്യുന്നവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 13 ഒക്ടോബർ 2024 മുൻപ് തന്നെ നിങ്ങളുടെ റിസൾട്ട് കിട്ടി നിങ്ങൾ ഗ്രാജുവേഷൻ പാസ്സായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു ഇമെയിൽ ID വേണം, മൊബൈൽ നമ്പറൊക്കെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പറും വേണം. അതിലൂടെ ആയിരിക്കും പിന്നെ അവർ കറസ്പോണ്ടൻസ് എല്ലാം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു RRBയിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ഒന്നിൽ കൂടുതൽ RRBകളിലേക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് RRB ആണോ വേക്കൻസി എല്ലാം നോക്കി നിങ്ങൾ ആവശ്യമുള്ള പോസ്റ്റ് നോക്കി എവിടെയാണ് വേക്കൻസി കൂടുതൽ വെച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു RRB സെലക്ട് ചെയ്യുക. ആ ഒരു RRBയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങളൊരു RRB സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് കറക്ഷൻ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ RRB ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് RRB നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ഫൈനലായിട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജ് ഗ്രൂപ്പ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. അതായത് UR EWS കാൻഡിഡേറ്റ് ആണെങ്കിൽ ജനുവരി 2, 1989 ശേഷം ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. OBC നോൺ ക്രിമി ലെയർ ആണെങ്കിൽ ജനുവരി 2, 1986 ശേഷം ജനിച്ചവർക്ക്. SC/ST ജനുവരി 2, 1984 ശേഷം ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ജനുവരി 1 ഏത് കാറ്റഗറി ആണെങ്കിലും ജനുവരി 1, 2007 മുൻപ് ജനിച്ചവരായിരിക്കണം. അപ്ലിക്കേഷൻ ഫീ, എക്സാമിനേഷൻ ഫീ വരുന്നത് 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 250 റുപ്പീസാണ് അപ്ലിക്കേഷൻ ഫീസ്. 500 രൂപ അപ്ലിക്കേഷൻ ഫീസ് വരുന്നതിൽ 400 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ആവുന്നതായിരിക്കും. നിങ്ങൾ ഇതിൻ്റെ സ്റ്റേജ് 1 എക്സാമിന് അപ്പിയർ ചെയ്താൽ 400 രൂപ നിങ്ങൾക്ക് റീഫണ്ടായി കിട്ടുന്നതായിരിക്കും. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും 250 രൂപയാണ്
അപ്ലിക്കേഷൻ ഫീസ്. അതുപോലെ തന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനും എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് SC ST അവർക്കൊക്കെ 250 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ആ 250 രൂപ നിങ്ങൾക്ക് റീഫണ്ടായി കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിന് അപ്പിയർ ചെയ്താൽ. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓൺലൈനായി അപ്ലൈ ചെയ്തതിനു ശേഷം അവർ എക്സാം ഡേറ്റ് പിന്നീടാണ് അറിയിക്കുക. ഫസ്റ്റ് സ്റ്റേജ് എക്സാമിൻ്റെ ഡേറ്റ് അവർ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഡേറ്റ് ഏതാണെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ടെസ്റ്റ് ഉണ്ടാകും. അതിനുശേഷം സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ടെസ്റ്റ്, പിന്നെ നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ചില പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റാണ്, ചില പോസ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 90 മിനിറ്റിൻ്റെ എക്സാം ആയിരിക്കും, 100 ക്വസ്റ്റ്യൻ ആയിരിക്കും. ജനറൽ അവയർനെസ്സിന് 40 ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്സ് 30, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30 ക്വസ്റ്റ്യൻസ്. 100 ക്വസ്റ്റ്യൻ 1.5 മണിക്കൂറിൻ്റെ ടെസ്റ്റ് ആയിരിക്കും ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവുക. ഇത് ഏത് പോസ്റ്റിനും ഇതേ സെയിം എക്സാം ആയിരിക്കും. മാത്സും ഇൻ്റലിജൻസ് റീസണിങ് അവയർനെസ് ഒക്കെ ഒരു ഡിഗ്രി ലെവൽ ആയിരിക്കും വരിക. മാത്സിന് ഇതാ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് തുടങ്ങി ഇപ്പോൾ SSC ബാങ്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ആ ഒരു ലെവൽ സിലബസ് ആയിരിക്കും. സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേജിന് നിങ്ങളുടെ മാർക്കിൻ്റെ ബേസിൽ നിങ്ങളെ സ്ക്രീൻ ചെയ്തതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് സ്റ്റേജ് ടെസ്റ്റും 90 മിനിറ്റിൻ്റെ ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ, മാത്തമാറ്റിക്സ് 35, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 35 ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. 1/3 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകുന്നതായിരിക്കും. അതിന് ശേഷം സെക്കൻഡ് സ്റ്റേജ് CBTയുടെ ശേഷമായിരിക്കും നിങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററിനാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തതെങ്കിൽ, സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിനാണ് ഓപ്റ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് CBAT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. സ്റ്റേഷൻ മാസ്റ്ററിനാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ. ഇനി നിങ്ങൾ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് എന്ന പോസ്റ്റുകൾക്കാണെങ്കിൽ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ആണ് ഉണ്ടാവുക. ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. അവർ നിങ്ങളെ ടൈപ്പിംഗ് സ്പീഡ് ചെക്ക് ചെയ്യുന്നതായിരിക്കും. 30 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യേണ്ടി വരിക. അത്രയും സ്പീഡുള്ളവർക്ക് 30 വേർഡ്സ് പെർ മിനിറ്റ് സ്പീഡുള്ളവർക്ക് ആ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബാക്കിയുള്ള പോസ്റ്റായ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിനും ഗുഡ്സ് ട്രെയിൻ മാനേജറിനും ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റോ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റോ ഇല്ല. ഫസ്റ്റ് സ്റ്റേജിൻ്റെ ശേഷം സെക്കൻഡ് സ്റ്റേജ് CBTയുടെ മാർക്കിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ ഉണ്ടാവും. പിന്നെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലുണ്ടാവും. ഇനി നിങ്ങൾക്ക് അഥവാ മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട്, ഇപ്പോൾ നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്താൽ റീഫണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ബാങ്ക് അക്കൗണ്ടിലാണ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതെങ്കിൽ ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കേണ്ടതായിരിക്കും. അല്ലാതെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്ത പേയ്മെൻറ്റിൻ്റെ ആണെങ്കിൽ ആ ഒരു അക്കൗണ്ടിൽ തന്നെയായിരിക്കും പൈസ റീഫണ്ടായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ സിഗ്നേച്ചർ, ഫോട്ടോഗ്രാഫൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അതുപോലെ ഹോൾ ടിക്കറ്റ് എല്ലാം ഓൺലൈനായിട്ടാണ് വരിക. നിങ്ങൾക്ക് ബൈ പോസ്റ്റ് ആയിട്ട് ഹോൾ ടിക്കറ്റ് കിട്ടുന്നതായിരിക്കില്ല. അതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ബൈ പോസ്റ്റ് ആയിട്ടൊന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൺലൈനായിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ RRBs ഏകദേശം ട്രിവാൻഡ്രം, സിലിഗുരി, സെക്കന്ദരാബാദ് അങ്ങനെ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും RRB ഉണ്ട്. അപ്പോൾ ഏത് RRB ആണോ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള RRB ഏതാണോ വാക്കൻസി എല്ലാം നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി വാക്കൻസി ലിസ്റ്റ് ഓരോ പോസ്റ്റിൻ്റെയും ഈ നോട്ടിഫിക്കേഷന് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരോ പോസ്റ്റുകളുടെയും RRBയുടെ കീഴിലുള്ള വാക്കൻസീസ്. പിന്നെ എല്ലാ പോസ്റ്റുകൾക്കും വേണ്ട ക്വാളിഫിക്കേഷൻ വന്ന ഡിഗ്രിയാണ്. ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിഗ്രി പെർസെൻറ്റേജ് ഒന്നും പറയുന്നില്ല, പാസ് ആയ ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ RRB ട്രിവാൻഡ്രം നോക്കുകയാണെങ്കിൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിൻ്റെ 51 വേക്കൻസീസ് ആണുള്ളത്. URൻ്റെ 21, SC 10, ST 7, OBC 8, EWS 5. അതുപോലെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ 65 വേക്കൻസീസ് ഉണ്ട്. ഗുഡ്സ് ട്രെയിൻ മാനേജറിൻ്റെ 52 വേക്കൻസിയും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിൻ്റെ 6 വേക്കൻസി ഉണ്ട്. അങ്ങനെ ടോട്ടൽ 174 വേക്കൻസിയാണ് RRB ട്രിവാൻഡ്രത്തിന് മാത്രമായിട്ടുള്ളത്. അതുപോലെ പല RRBകളിൽ ഇതുപോലെ വേക്കൻസി വന്നിട്ടുണ്ട്. ഇപ്പം സിലിഗുരി RRBയിൽ 40 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. RRB സെക്കന്ദരാബാദ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല വേക്കൻസി വരുന്നുണ്ട്, 478 വേക്കൻസി വരുന്നുണ്ട്. RRB റാഞ്ചി 322. അപ്പോൾ സദേൺ റെയിൽവേ ആണ് നിങ്ങൾ ലക്ഷ്യമെങ്കിൽ, സദേൺ റെയിൽവേ ആണ് നിങ്ങൾക്ക് ജോബ് താല്പര്യമെങ്കിൽ, ഇപ്പോൾ കേരളത്തിലൊക്കെ ഉൾപ്പെടുന്ന സദേൺ റെയിൽവേ ആണ്. അപ്പോൾ നിങ്ങൾ RRB ട്രിവാൻഡ്രം അപ്ലൈ ചെയ്യണം. പിന്നെ RRB ചെന്നൈയും സദേൺ റെയിൽവേൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ എല്ലാ RRBകളിലെയും വേക്കൻസി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതിൽ ഏത് RRB ചെന്നൈ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 436 വേക്കൻസി ഉണ്ട്. അവിടെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ മാത്രം 155 വേക്കൻസി ഉണ്ട്. അതുപോലെ ജൂനിയർ അസിസ്റ്റൻറ്റ്, അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് 144 വേക്കൻസി ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ്. നിങ്ങൾക്ക് എവിടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ, ഏത് പോസ്റ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അതിനെത്ര വേക്കൻസി ഉണ്ടോ അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് RRB സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ മെയിൻ ഡീറ്റെയിൽസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഫുള്ളായി വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക.
RRB നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ഇത്രയുമാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക.